ഉം, നന്ദഗോവിന്ദം എന്നുള്ള ഒരു ബാൻഡിനെ കുറിച്ച് ഞാൻ ഇന്നാണ് ഈ ഒരു പ്രോഗ്രാം കാണാനിടയായത്. കുറച്ച് ദിവസമായിട്ട് വളരെ കോൺട്രവേഴ്സി ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. ഞാനിത് ഇങ്ങനെ ഒരു ബാൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അവരുടെ പാട്ടുകളൊന്നും കേൾക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴിങ്ങനെ ഒരു വലിയൊരു വിവാദമായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഞാൻ അവരുടെ ബാൻഡ് എന്താണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവരുടെ പാട്ടുകൾ കേൾക്കുകയും ഒക്കെ ചെയ്തു. എനിക്ക് എന്താ പറയുക, വളരെ ഒരു സന്തോഷം തോന്നിയ ഒരു ഒരു കാര്യമാണെന്ന്. ഒന്നാമത്തെ കാര്യം, കുറേയേറെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ അവർ സംഗീതത്തെ ഒരു ആത്മീയതയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള പാട്ടുകൾ. ഇവർ ഈ വിവാദമായ ഗാനം ഞാൻ കേട്ടില്ല, പക്ഷേ അവർ പാടിയ വേറെ ഒരുപാട് ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ പിന്നെ ഈ യൂട്യൂബിലൊക്കെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഞാൻ വളരെയേറെ കാര്യങ്ങൾ, എന്താ പറയുക, ആത്മീയതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് ഈ ഒരു വിവാദം എനിക്ക് വളരെ, എന്താ പറയുക, റിലവൻ്റ് ആയിട്ട് തോന്നി. എനിക്കത് വളരെ ഒരു ആവശ്യമായിട്ട് തോന്നി എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്നുകൊണ്ടുമല്ല, ഇതൊരു സമൂഹത്തിൻ്റെ ഒരു ശ്രദ്ധ ആകർഷിക്കേണ്ട, അതായത് പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലായാലും പിന്നെ ക്രിസ്ത്യൻ മതത്തിലായാലുമുള്ള ഒരു പ്രത്യേക ഒരു പിന്നെ ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നി. പലപ്പോഴും നമ്മുടെ ആത്മീയത കണക്ട് ചെയ്ത് നിൽക്കുന്നത്, നമ്മുടെ പഠനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളൊക്കെ, നാട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, നാട്ടിലെ നമ്മുടെ കണക്ട് ചെയ്ത് നിൽക്കുന്നത് ഏതാണ്ട് ഒരു വാനപ്രസ്ഥ ലെവലിലാണ്. ഇപ്പം ശശികല ടീച്ചറിൻ്റെയൊക്കെ പ്രസംഗങ്ങളും അല്ലെങ്കിൽ അവരുടെ രീതികളും നമ്മുടെ അച്ഛന്മാരൊക്കെ ആണെങ്കിലും ധ്യാനിപ്പിക്കുന്നതും ധ്യാനം കൂടുന്നതുമൊക്കെ ഒരു വാനപ്രസ്ഥത്തിൻ്റെ ഒരു ലെവലിലാണ്. നമ്മളങ്ങ് പൂർണ്ണതയിൽ എത്തിച്ചേർന്നു എന്നുള്ള ഒരു രീതിയിലാണ്. ഇനി നമുക്ക് ഇത് മാത്രം മതി എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ അവിടെ വരെ നമ്മൾ എത്താനായിട്ട് ഒരുപാട് ദൂരം അനുദിന ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെറുപ്പം, പിന്നെ ബാല്യം, കൗമാരം, യൗവനം, പിന്നെ ഇതെല്ലാം കടന്നു വേണം നമ്മൾ പിന്നെ ഇപ്പം മിഡിൽ ഏജ് എന്നും കൂടെ ഒരു ഇതുണ്ട്. അതും കഴിഞ്ഞിട്ട് വാർദ്ധക്യത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് ശരിക്കും ഒരു ആത്മീയതയുടെ പൂർണ്ണത എത്തുന്നത്. അപ്പോൾ ഈ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ നമ്മൾ ഒരു ആത്മീയതയോട് ചേർന്ന് കടന്നു പോകാനായിട്ട് വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്താണ് ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ തന്നെ, ഇപ്പം നമ്മളിപ്പം പറയുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ അനുസരിച്ചാണെങ്കിൽ നമ്മൾ പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, കുരിശു വരയ്ക്കുക, വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന ചെല്ലുക, ഇതൊക്കെയാണ് നമ്മളിപ്പം ആത്മീയതയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ. പക്ഷേ ഞാനിപ്പം ഇതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴും, ആത്മീയത എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ജോലി ചെയ്യുമ്പോഴായാലും, നമ്മൾ കളിക്കുമ്പോഴായാലും, നമ്മൾ പഠിക്കുമ്പോഴായാലും, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴായാലും നമ്മോടൊപ്പം സഞ്ചരിക്കേണ്ട ഒന്നാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി. അവിടെയാണ് ഈ മ്യൂസിക്കിനുള്ള ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് വരികയും അത് നമ്മുടെ ആത്മീയതയുമായിട്ട് എന്തുമാത്രം കണക്റ്റഡ് ആണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് റിപ്പീറ്റഡ്ലി നമ്മൾ കേൾക്കുന്നത് എന്തോ നമ്മുടെ തലച്ചോറിനെ അത് സ്വാധീനിക്കുന്നു, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു, അത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നു, നമ്മുടെ സംസാരത്തെ സ്വാധീനിക്കുന്നു. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആത്മീയതയൊന്നും വേണ്ട, നമുക്കല്ലാതെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ റിപ്പീറ്റഡ്ലി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് മ്യൂസിക്കാണ്. അപ്പോൾ ആ മ്യൂസിക്കും അതിലെ വരികളും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പം വെറുതെക്കാരായിട്ടുള്ള ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി റിപ്പീറ്റഡ്ലി ഒരു മ്യൂസിക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം പണ്ടത്തെ ഒരു നമ്മുടെ റുട്ടീൻ അനുസരിച്ചാണെങ്കിൽ നമ്മളിപ്പോൾ വൈകിട്ട് പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ രാവിലെ പള്ളിയിൽ പോകുന്നു, തിരിച്ച് നമ്മൾ വീട്ടിൽ വരുന്നു, നമ്മൾ യൂട്യൂബിലായാലും ധ്യാന പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ വീട്ടുപണികളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു കാലത്ത് ഈ ആത്മീയത എനിക്ക് വലിയൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. നമുക്ക് നമ്മുടെ റുട്ടീനും നമ്മുടെ ലൈഫ് സ്റ്റൈലും അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ചായി. നമ്മൾ പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ജിമ്മിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ റിപ്പീറ്റഡ്ലി നമ്മൾ ഈ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുർബാനയിൽ നമ്മൾ കണ്ടു, പ്രാർത്ഥിച്ചു. പക്ഷേ നമ്മൾ വീട്ടിൽ നമ്മളുടനെ തന്നെ ജിമ്മിൽ ചെന്നിട്ട് നമ്മൾ ഈ റിപ്പീറ്റഡ്ലി നമ്മൾ ഈ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൻ്റെ വരികൾ ശ്രദ്ധിക്കും, നമ്മളതിൻ്റെ പാട്ട് ശ്രദ്ധിക്കും. നമുക്ക് എന്താ പറയുക, നമ്മുടെ ആത്മീയതയെ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുവാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് സ്പോട്ടിഫൈയിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, ഈ വർക്കൗട്ട് സോങ്സ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വർക്കൗട്ട് സോങ്സ് ഉണ്ടോ എന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ധാരാളമായിട്ട് ഇംഗ്ലീഷിൽ ക്രിസ്ത്യൻ വർക്കൗട്ട് സോങ്സ് ഉണ്ട്. കാരണം നമുക്ക് അതിൻ്റെ താളവും സ്പീഡും
ഒക്കെ ഉള്ള ഒരു രീതിയിലുള്ള പാട്ടുകൾ നമുക്കുണ്ട്. നമുക്കത് കൂടുതലും നമ്മൾ ചിന്തകളും നമ്മൾ ആ ലിറിക്സും നമ്മൾ ആ വരികളും നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അതിലേക്കാണ് നമ്മുടെ ആത്മീയത അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി പോകുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലും ഒരു പാട്ടുണ്ട്. ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയതാണ് അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേൽ എന്നുള്ള ഒരു പാട്ട്. എത്ര കേട്ടാലും എനിക്കിപ്പോൾ ഇത് മതിയാകുകയില്ല. ഞാൻ ജിമ്മിൽ അത് റിപ്പീറ്റഡ്ലി ഞാൻ കേൾക്കും. പക്ഷേ ആ പാട്ടിനെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇതെന്താണ് പുതിയ വേർഷനാണോ മോഡേൺ വേർഷനാണോ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാനത് നോക്കിയില്ല. പക്ഷേ പിന്നീട് ഇപ്പോൾ ഞാനത് കേൾക്കുമ്പോൾ നമുക്ക് എത്രത്തോളം സ്വാധീനം നമ്മളത് ചെലുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ആ പാട്ട് ഞാൻ എപ്പോഴും റിപ്പീറ്റഡ്ലി ഞാൻ കേട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ വരികൾ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ നന്ദഗോവിന്ദം എന്നുള്ള ഒരു ബാൻഡ് ചെയ്ത കാര്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് നമ്മുടെ ഈ കാലത്തിനനുസരിച്ച് അവർ എവിടെ പാട്ട് പാടണം എങ്ങനെ പാട്ട് പാടണം എന്നുള്ളതല്ല, കാലത്തിനനുസരിച്ചൊരു മാറ്റം വരുത്താനായിട്ട് അവർ നടത്തിയ ഒരു ഉദ്യമത്തെ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നതാണ്. പലപ്പോഴും നമ്മുടെ പള്ളിയിലാണെങ്കിലും അച്ഛന്മാർ ഈ ചെറുപ്പക്കാരെ സ്വാധീനിക്കാനായിട്ട് ഡാൻസും പാട്ടുകളും ആ രീതിയും ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ചെറുപ്പക്കാർക്ക് ആത്മീയത എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അവരുടെ കൂട്ടത്തിൽ എപ്പോഴും കൊണ്ടു നടക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമായിരിക്കണം. അവർ കളിക്കുമ്പോഴും അവർ പഠിക്കുമ്പോഴും അവർ ഉല്ലസിക്കുമ്പോഴും എല്ലാം അവരുടെ മനസ്സിലും ചിന്തകളിലും ഈ ലിറിക്സും ഈ ചിന്തകളുമായിരിക്കണം ഉണ്ടാകേണ്ടത്. അതിന് നമ്മുടെ ആ ഒരു വാനപ്രസ്ഥ മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നമ്മൾ ഇന്ന രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവത്തിന് ഇഷ്ടപ്പെടൂ, അല്ലെങ്കിൽ ഇതാണ് പ്രാർത്ഥന, ആ ഒരു സ്റ്റേജിലേക്കും ഇവരെത്തും. ഇപ്പം നിങ്ങളെല്ലാവരും കളിയാക്കുന്നുണ്ട് യൂറോപ്പിലെ പള്ളികളിലൊക്കെ വൃദ്ധന്മാർ മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അവർ വൃദ്ധരായി കഴിഞ്ഞപ്പോൾ അവർ പള്ളിയിൽ എത്തുന്നതിന് കാരണം ചെറുപ്പകാലത്ത് അവരുടെ ഉള്ളിൽ ഈ എപ്പോഴും കൂടെ കൊണ്ടുപോകുന്ന ഒരു ആത്മീയത ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ നമ്മൾ പള്ളിയിൽ സ്റ്റക്കാക്കി ഇരുത്തി അല്ലെങ്കിൽ ധ്യാനം കൂടണം അങ്ങനെ കൂടണം എന്ന ഒരു ചിന്ത മാത്രമല്ല. പണ്ട് കാരണന്മാർ പറയും അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്കിപ്പം അടിച്ച് നമ്മുടെ വഴിയെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഇന്നത്തെ ഒരു മാത്സര്യം നിറഞ്ഞ ഒരു വേൾഡിൽ നമുക്ക് പോസിബിൾ അല്ല. എല്ലാവർക്കും പഠിക്കണം, ജോലി ചെയ്തെടുക്കണം, പല രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, പല ലൈഫ് സ്റ്റൈലുകളാണ്. ഇതൊക്കെ ആയിരിക്കുമ്പോഴും ആത്മീയതയെ കൂടെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയും. പാട്ടിലൂടെ ആയാലും ഡാൻസിലൂടെ ആയാലും നമുക്കറിയാം സിനിമയൊക്കെ എത്രത്തോളം മനുഷ്യരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഏതെല്ലാം തരത്തിൽ അവഹേളിക്കാനും അപമാനിക്കാനും സിനിമയിലൂടെ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതിനൊക്കെ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം ഇത് മനുഷ്യ മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുമെന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് പാട്ടുകളിൽ മാറ്റമുണ്ടാകട്ടെ. നമ്മുടെ ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള ഒരു സംരംഭങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ക്രിസ്ത്യൻ പാട്ട് 1-2 ഞാൻ നന്ദഗോവിന്ദത്തിൻ്റേത് കേട്ടു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എത്ര ഭംഗിയായിട്ടാണ് അവർ പാടുന്നത്. അതുകൊണ്ട് തുടർന്നും ഇത്തരം നല്ല പാട്ടുകൾ ഉണ്ടാകട്ടെ. മറ്റുള്ളവരും ഈ മ്യൂസിക് ഫീൽഡിലുള്ളവരും വെറൈറ്റി ആയിട്ട് ഇതുപോലെ ചിന്തിക്കാനും നമുക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും വർക്കൗട്ട് ചെയ്യുമ്പോഴും പിന്നെ എന്താ പറയുക നടക്കാൻ പോകുമ്പോഴും നമുക്ക് നടത്തത്തിനൊരു സ്പീഡൊക്കെ വരണമെങ്കിൽ നമുക്ക് നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സോങ്സ് ഒക്കെ കേട്ടാലേ നമുക്ക് നടപ്പിനൊരു സ്പീഡ് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ വരികൾ നല്ല അർത്ഥവത്താകട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതാകട്ടെ, നല്ല സന്ദേശം നൽകുന്നതാകട്ടെ, അത് മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നതാകട്ടെ. അതുകൊണ്ട് സംഗീതം എപ്പോഴും മനസ്സിന് സന്തോഷം നൽകുന്നതാണ്, എല്ലാവർക്കും പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നതാണ്. അതിന് ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾ ഉണ്ടാകാതെ ഈ മോഡല് ഈ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.